നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ആറാട്ടുപുഴ പൂരത്തിനിടെ ആനയിടഞ്ഞു. ആനകൾ പരസ്പരം കൊമ്പ് കോർത്തു. ആനയിടഞ്ഞതോടെ ജനങ്ങൾ ചിതറിയോടി. കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി. അഴീക്കോട്ട് നിന്നും കടലിൽ പോയ തൊഴിലാളികളാണ് കടലിൽ ചാടിയവരെ രക്ഷപ്പെടുത്തിയത്. എടത്തുരുത്തിയിൽ കുട്ടിക്കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. മുനയത്ത് സ്വകാര്യ വ്യക്തിയുടെ 2.5 ഏക്കറോളം സ്ഥലത്താണ് വ്യത്യസ്ത ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തത്. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിനിടെ ആനയിടഞ്ഞു. അമ്മത്തിരുവടി വിഭാഗത്തിന്റെയും തൊട്ടിപ്പാൽ ഭഗവതി വിഭാഗത്തിന്റെയും ആനകളാണ് ഇടഞ്ഞത്. ആനകൾ പരസ്പരം കൊമ്പുകോർത്തു. ആനയിടഞ്ഞതോടെ ജനങ്ങൾ ചിതറിയോടി. നിരവധി പേർക്ക് പരിക്കേറ്റു. അമ്മത്തിരുവടിയുടെ തിടമ്പേറ്റിയ ആന തൊട്ടിപ്പാൽ ഭഗവതിയുടെ ആനയെ കുത്തുകയായിരുന്നു. അങ്ങടൊക്കെ ഇറങ്ങി കൂട്ട കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി. അഴീക്കോട്ട് നിന്നും കടലിൽ പോയ മാലിക് 3 എന്ന ബോട്ടിലെ തൊഴിലാളികളാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിത്തായ് നഗർ സ്വദേശി ഗാഡ്സൺ, സഹോദരൻ മുത്തുപ്പാണ്ടി എന്നിവരെ രക്ഷപ്പെടുത്തിയത്. കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽശാലിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ആഴ്ചകളായി മറ്റൊരു ബോട്ടിൽ കടലിൽ പണിയെടുത്തു വരുന്ന തമിഴ്നാട്ടുകാർ നാട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ബോട്ടുടമ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് തൊഴിലാളികൾ ലൈഫ് ബോയുമായി കടലിൽ ചാടുകയായിരുന്നു. ഇതേസമയം അതുവഴി വന്ന മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികൾ ഇവരെ രക്ഷിച്ചു. തുടർന്ന് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ഇന്ന് രാവിലെ വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷന് കൈമാറുകയും ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. NCP കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി KA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സുഗണൻ പ്രിയദർശിനി അധ്യക്ഷയായി. മണ്ഡലം പ്രസിഡന്റ് ബൈജു, അബൂബക്കർ എറിയാട്, ബെഞ്ചമിൻ, അശോകൻ, സജിൽ എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തിയിൽ കുട്ടി കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. പള്ളിപ്പറമ്പിൽ സിദ്ദിഖ്, നൂർജഹാൻ ദമ്പതികളുടെ മകളും ചന്ദ്രാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ സന ഫാത്തിമയാണ് പച്ചക്കറി കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ചത്. എടത്തുരുത്തി മുനയത്ത് സ്വകാര്യ വ്യക്തിയുടെ 2.5 ഏക്കറോളം സ്ഥലത്താണ് വ്യത്യസ്ത ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തത്. ചീര, പടവലം, വെണ്ട, വഴുതന, ചുരയ്ക്ക, വെള്ളരി, കയ്പ തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ജൈവ രീതിയിൽ നടത്തിയ കൃഷി മികച്ച വിളവാണ് നൽകിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് 500ഓളം നേന്ത്രവാഴയും കൃഷി ചെയ്തു വരുന്നുണ്ട്. രാവിലെ നടന്ന ചടങ്ങിൽ ചന്ദ്രാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, അധ്യാപകരായ TB സതി, TN അജയ്കുമാർ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് നടത്തി. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KM ഷാനിർ, DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ SA സിദ്ദിഖ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, DCC മെമ്പർ സജയ് വയനപ്പള്ളി, CP ഉല്ലാസ്, KV ചന്ദ്രൻ, KK കുട്ടൻ, CK മജീദ്, CP അനിൽ, ഷീല വിശ്വംഭരൻ, നസീർ പുഴയങ്കരിലത്ത്, UDF ജനറൽ കൺവീനർ KM നിഷാദ്, PK അബ്ദുൾ റഹീം തുടങ്ങിയവർ സംസാരിച്ചു.
ആൽഫ പാലിയേറ്റീവ് ചാലക്കുടി ലിങ്ക് സെന്ററിലേക്ക് ചാലക്കുടി DYMA ക്ലബ് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ആൽഫ പ്രസിഡന്റ് ജനതാ പോൾ, ക്ലബ് പ്രസിഡന്റ് റാഫ് ജെ പുതുശ്ശേരിയിൽ നിന്നും വീൽ ചെയറുകൾ ഏറ്റുവാങ്ങി. AL കൊച്ചപ്പൻ, ലീല പൗലോസ്, ഗിരിജ കൈമൾ, PC ഷാജു, ജോസ് കല്ലിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ആറാട്ടുപുഴ പൂരത്തിനിടെ ആനയിടഞ്ഞു. ആനകൾ പരസ്പരം കൊമ്പുകോർത്തു. ആനയിടഞ്ഞതോടെ ജനങ്ങൾ ചിതറിയോടി. കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി. അഴീക്കോട്ട് നിന്നും കടലിൽ പോയ തൊഴിലാളികളാണ് കടലിൽ ചാടിയവരെ രക്ഷപ്പെടുത്തിയത്. എടത്തുരുത്തിയിൽ കുട്ടി കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. മുനയത്ത് സ്വകാര്യ വ്യക്തിയുടെ 2.5 ഏക്കറോളം സ്ഥലത്താണ് വ്യത്യസ്ത ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.